അതിവേഗം മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിലൊന്നാണ് അമിതവണ്ണം, ഒബേസിറ്റി എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്ന് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നമ്മളെ കൂടെയുണ്ട്. നമുക്ക് അവരെ ക്ഷണിക്കാം. ഡോക്ടർ വിജയരാജ്, ഫാമിലി മെഡിസിൻ, ആൻഡ് ഡോക്ടർ ആൻ്റണി ചാക്കോ, ലാപ്രോസ്കോപ്പിക് സർജൻ, ആൻഡ് ഡോക്ടർ അമൽ സി ഫ്രാൻസിസ്, ഗാസ്ട്രോ സർജൻ. വെൽക്കം സർ. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കേട്ടുവരുന്ന ഒരു സാധനമാണ് അമിതവണ്ണം എന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. പലരും പല ഡയറ്റുകളും സ്വയം ചെയ്ത് പ്രശ്നങ്ങൾ വരെ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ് ശരിക്കും ഈ അമിതവണ്ണം എന്നുള്ളത്? മെയിലാണോ ഫീമെയിലാണോ അങ്ങനെ ജെൻഡർ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ വെയിറ്റ് ലിമിറ്റ് വരെ നമുക്ക് ആവാം. അതിനപ്പുറമായി കഴിഞ്ഞാൽ അതിനെ ഓവർ വെയിറ്റ് എന്ന് പറയും. അത് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഒബേസിറ്റി എന്ന് പറയും. അപ്പോൾ റഫായിട്ട് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 165 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള ഒരു ആവറേജ് ആൾക്ക് ഒരു 62-63 കിലോസിൻ്റെ അടുത്തായിരിക്കും ഒരു അപ്രോക്സിമേറ്റ് ഐഡിയൽ വെയിറ്റ്. ഇത് അപ്രോക്സിമേറ്റ്സ് ആണ്, അത് ഓർമ്മ വേണം. എന്ന് വെച്ചാൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് നല്ല മസ്കുലർ ബോഡിയൊക്കെ ആണെങ്കിൽ 70-72 ഒക്കെ ആവാം. ഇപ്പോൾ ജിമ്മറാണ്, അത്ലീറ്റാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ ഓവർ വെയിറ്റ് ആയിട്ട്, ടെക്നിക്കലി അങ്ങനെ ഓവർ വെയിറ്റ് ആയിട്ട് അതിൽ ഫാറ്റിൻ്റെ പ്രൊപ്പോർഷനാണ് അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് നമ്മൾ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റിക്ക് പ്ലേസ് ചെയ്യും. വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കതൊരു ഒബേസിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതെ, എന്നുവെച്ചാൽ നമ്മൾ മെജോറിറ്റി കേസസിലും ഈ ബോഡി മാസ് ഇൻഡെക്സ് ഓക്കെ, ഒരു ആവറേജ് ആൾക്കത് ഓക്കെ. പക്ഷേ ചില കണ്ടീഷൻസിൽ അവരവരുടെ ബോഡി സ്ട്രക്ചറും ലൈഫ് സ്റ്റൈലും അനുസരിച്ച് കുറച്ച് ഓവർ വെയിറ്റ് ആയാലും കുഴപ്പമില്ലായിരിക്കാം. എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് ഒരു പെർഫെക്റ്റ് ക്രൈറ്റീരിയ അല്ല ഓവർ വെയിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അധികം കേസിൽ ഒബേസിറ്റി എന്നുള്ള കാറ്റഗറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒബേസിറ്റി തന്നെയായിരിക്കും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒബേസിറ്റി വരുന്ന ആളുകളുണ്ട്. അപ്പം എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് ആണോ പോവുക, അതല്ല അതിന് പുറത്തേക്ക് ഇനി വേറൊരു രീതിയിലുള്ളൊരു സർജറി പോലുള്ള ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? അതെ, അവിടെയും മെജോറിറ്റി ആൾക്കാർക്ക് ഒരേ ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് തുടങ്ങാം. എന്ന് വെച്ചാൽ നോക്ക്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒബേസിറ്റിക്ക് മെയിൻ റീസൺ നമ്മുടെ ഫുഡിൽ കാലറീസിൻ്റെ എക്സസ് ആണ്. എന്നുവെച്ചാൽ ഒരു 1500-1800 കാലറി മാത്രം കഴിക്കേണ്ട ആവശ്യമുള്ള ഒരാൾ പലപ്പോഴും ഒറ്റ മീലിൽ തന്നെ അത്ര കാലറി കഴിക്കും. പിന്നെ അങ്ങനെ 3-4 മീൽസ് ഡെയിലി കഴിക്കുകയും ചെയ്യും. നമ്മൾ ആക്ച്വലി ഇപ്പോൾ കാലറീസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ സിറ്റുവേഷനാണ്. നമ്മുടെ സോഷ്യലി നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് നല്ല കാര്യമാണ്. പക്ഷേ അത് നമ്മൾ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെ എക്സസീവ് കാലറി കഴിക്കുമ്പോൾ. അപ്പോൾ അത് അങ്ങനത്തെ റീസൺ ഉള്ള കാരണം അധികം ആൾക്കാർക്കും സ്റ്റാർട്ടിങ് ട്രീറ്റ്മെൻറ്റ് സെയിം അഡ്വൈസാണ്. എന്ന് വെച്ചാൽ കാലറീസ് എക്സസീവായിട്ടുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യാം. നമ്മുടെ ബോഡി വെയ്റ്റിന് എത്ര വേണം, നമ്മുടെ ആക്ടിവിറ്റി അനുസരിച്ച് എത്ര വേണം, അത്ര കാലറീസ് ഏകദേശം കഴിച്ചാൽ മതി. അതൊന്ന്. സെക്കൻഡ്ലി, എക്സസീവായിട്ടുള്ള ഫാറ്റ് ഉണ്ടല്ലോ, അതും കാലറീസാണ്. നോക്കിക്കഴിഞ്ഞാൽ 1 ഗ്രാം ഫാറ്റ് ഏകദേശം 9 കാലറിയാണ്. ഈ കാലറീസ് എക്സസീവായിട്ടുള്ളത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് കത്തിക്കാൻ നോക്കണം. അതെ. അപ്പോൾ ഈ ബേസിക് അഡ്വൈസ് ചേഞ്ച് ആവില്ല. പിന്നെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ഈ ഹോർമോൺസിൻ്റെ ഡിസോർഡേഴ്സ് വന്നാലോ അല്ലെങ്കിൽ ചില ജനറ്റിക് റീസൺസ് കൊണ്ടൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് മാറും. പക്ഷെ ബേസിക് ട്രീറ്റ്മെൻറ്റ് സെയിം ആണ്. പിന്നെ ഇതിനപ്പുറത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യും ട്രീറ്റ്മെൻറ്റ്. ചില ആൾക്കാർക്ക് മെഡിസിൻസ് കൊണ്ട് മാറ്റാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും വെയിറ്റ്. ചില ആൾക്കാർക്ക് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിലാണ് മനസ്സിലാക്കുന്നത് അവർക്ക് ഏത് ട്രീറ്റ്മെൻറ്റാണ് പിന്നീട് പോകേണ്ടതെന്നുള്ളതാണോ? അതായത് എല്ലാവർക്കും ഒരേ ടൈപ്പ് എന്ന് പറഞ്ഞു. ഫ്രാങ്ക്ലി പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് വിസിറ്റിൽ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ അവരുടെ ഫുൾ ബോഡി നേച്ചർ നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി 2-3 വിസിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇങ്ങൾക്ക് ഫുഡ് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. കാരണം ഈ ഒബേസിറ്റി ഒരു സൈക്കിൾ പോലെയാണ്, വിഷ്യസ് സൈക്കിൾ എന്ന് നമ്മൾ പറയുമല്ലോ. നമ്മളിപ്പോൾ ഒരു സാധാരണ വെയിറ്റിംഗ് ഏരിയയിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഈവൻ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ലോബിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അധികം വെയിറ്റുള്ള ആൾക്കാർക്ക് ഒരു സ്പീഡിൽ നടക്കാൻ പറ്റില്ല. പറ്റാത്ത ആൾക്കാരുണ്ട്, പിന്നെ സ്പീഡിൽ നടക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെ ചിന്തിച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ നടക്കാത്ത കാരണമായിരിക്കാം അവർക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടാവുക. കാരണം നമ്മൾ സ്പീഡിൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും കാലറീസ് അധികം കത്തുമല്ലോ. പക്ഷെ അത്ര വെയിറ്റ് വരില്ലായിരുന്നു അവർക്ക് എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് സ്പീഡിൽ ചെയ്യായിരുന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്തിട്ട് കാലറീസ് ആവശ്യത്തിന് കത്തിക്കാതെ പിന്നെ വെയിറ്റ് കൂടി വന്നിട്ട് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റിക്ക് കടന്നു കഴിഞ്ഞാൽ ആ വെയിറ്റ് കൊണ്ട് തന്നെ നടക്കാൻ പറ്റാത്ത സ്റ്റേജ് എത്തും. നടക്കാൻ പറ്റാത്ത സ്റ്റേജ് എത്തുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താ, ഫസ്റ്റ് നടക്കണം. അത് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കിളിൽ പലരും ഇങ്ങനെ പെട്ടുപോകും.
അപ്പോൾ 2-3 വിസിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഒരാൾക്ക് എത്ര ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലി. പിന്നെ ചില ആൾക്കാർ ഇഷ്ടത്തോടെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഫുഡ് അവർക്കൊരു തെറപ്പി പോലെയാണ്. ആങ്സൈറ്റി വന്നാൽ ഫുഡ് നന്നായി കഴിക്കും, ഡിപ്രഷൻ വന്നാൽ ഫുഡ് നന്നായി കഴിക്കും. അപ്പോൾ ആ സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടി ഈ വെയിറ്റ് ലോസിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ചില വെയിറ്റ് ലോസിൻ്റെ മെഡിസിൻസ് ഉണ്ട്, ഞാനും കൊടുക്കാറുണ്ട്. അത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതത്ര മനസ്സിന് പിടിച്ചൊന്നും വരില്ല. കാരണം ഇഷ്ടത്തോടെ ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് ഈ മെഡിസിൻ കൊടുത്തിട്ട് വിശപ്പില്ലാതെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വരും. അതും കൂടി നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഈവൻ ടാബ്ലറ്റ്സിനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസിനോ വെയിറ്റ് ലോസിൻ്റെ. നല്ല മെഡിസിൻസാണ്, പക്ഷേ അങ്ങനത്തെയും കുറച്ച് ആസ്പെക്ട്സ് നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി മെഡിസിൻ കൂടാതെ അല്ലെങ്കിൽ മെഡിസിൻ നിർത്തിയിട്ട് ചിലപ്പോൾ ഹയർ ലെവലിലേക്കൊക്കെ സജസ്റ്റ് ചെയ്തേക്കാം. യൂഷ്വലി ഒരു 2 to 3 വിസിറ്റ്സെങ്കിലും വേണ്ടി വരും ഡിസൈഡ് ചെയ്യാൻ എന്തായിരിക്കും ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വൽ ആൾക്ക് അവർക്കായിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ഐഡിയൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പെട്ടെന്നാണ് സർജറി. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ പോവുക? അത് ഏത് ലെവലിൽ എത്തുമ്പോഴാണ് സർജറി ലെവലെത്തുന്നത്? എല്ലാവർക്കും സർജറി വേണോ? അങ്ങനെയാണ്. ആസ് എ ഡോക്ടർ നമ്മളെപ്പോഴും പേഷ്യൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, അവരുടെ ഷൂസിൽ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈഫ് സ്റ്റൈലുണ്ട്, ഡയറ്റ് കൺട്രോളുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എടുത്തിട്ടും വേണ്ട പോലെ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടില്ല, മെഡിസിൻസ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ നമ്മുടെ സർജിക്കൽ കളീഗ്സിനെ ഹാൻഡ് ഓവർ ചെയ്യും. ബേസിക്കലി ഇപ്പം നമ്മൾ കോഴിക്കോടാണല്ലോ ഇപ്പോൾ അല്ലേ. മലബാറിൽ എല്ലാവർക്കും ഭക്ഷണപ്രിയരാണ്, ഭയങ്കര ഭക്ഷണപ്രിയരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ചെറിയ ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള. അത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പിൻ്റെ സെൻറ്ററെ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നോസിയ, ഒരു വോമിറ്റിംഗ് ഒക്കെ, ഒരു സെൻസേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ഒരു ലോങ് ടേം നമുക്ക് ആ ഇഞ്ചെക്ഷൻസ് കൊടുക്കാനും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഡിപ്പെൻസ് ആക്ച്വലി. കാരണം നമുക്ക് ആവശ്യം അനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. ആസ് എ ഫ്രം എ ഫിസിഷ്യൻസ് പെർസ്പെക്റ്റീവ് വെയിറ്റ് ലോസ് നമുക്ക് ടാർഗറ്റ് വെയിറ്റിലേക്ക് എത്തിച്ചിട്ട് പിന്നെ ഡയറ്റൊക്കെ നല്ല മാനേജ്ഡ് ആണെങ്കിൽ നമ്മളത് നിർത്താറുണ്ട്. ലോങ് ടേം വേണ്ടി വരുന്ന ചില ആൾക്കാരുണ്ട്, അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചിലർ കഴിഞ്ഞാൽ വീണ്ടും അത് പിന്നെ അവർക്ക് വിശപ്പ് വരുമ്പോൾ അവർ വീണ്ടും കഴിച്ചു തുടങ്ങുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ റീബൗണ്ട് ഉണ്ടാവാറുണ്ട്. ശരിയാണ്. അതെന്നു വെച്ചാൽ കുറേയൊക്കെ സെൽഫ് ഡിസിപ്ലിൻ ആണല്ലോ. അവർക്ക് വെയിറ്റ് കൂടാൻ തന്നെ കാരണം ഉണ്ടായത് ഈ ഫുഡ് കഴിച്ചിട്ടാണ്. ടാബ്ലറ്റ്സ് നിർത്തുമ്പോൾ അവരുടെ മെൻ്റൽ വില്ലിങ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഫുഡും എക്സസൈസും ശരിക്കും മാനേജ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ വെയിറ്റ് പിന്നെയും കൂടും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ വി ലുക്ക് ഫോർവേഡ് ടു അവർ സർജിക്കൽ കളീഗ്സ് വേർ ഈ പറഞ്ഞ പോലെ ബേരിയാട്രിക് സർജറീസിൽ ഐ ബിലീവ് ബേരിയാട്രിക് സർജറി ഈസ് എ ബെറ്റർ ഓപ്ഷൻസ്. വെരി ബിഗ് ബ്രോഡ് സ്പെക്ട്രമാണ് അതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളിപ്പം മെഡിസിനിൽ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സ്റ്റമക്കിൽ ഉണ്ടാവുന്ന, നമ്മൾ ആമാശയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു റിസർവോയർ, ഒരു ടാങ്കിലേക്കാണ് പോകുകയെന്ന് വിചാരിക്കുക. അത് വലിയ എത്ര വേണമെങ്കിലും വലുതാവാം, ഇങ്ങനെ വികസിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ വലിച്ചു വാരി കഴിക്കുമ്പോഴും നമുക്ക് ഒരു സമയത്തുമ്പം വയറിങ്ങനെ വീർത്ത് പൊട്ടാറായി എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാണ് അല്ലേ എത്ര കഴിച്ചാലും മതിയാവാത്ത കുറേ പേരുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയൊരു ബലൂൺ പോലെ എത്ര വേണമെങ്കിലും ഇങ്ങനെ വീർക്കും. ഇപ്പോൾ 2 കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ബെരിയാട്രിക് സർജറിയിൽ. ഒന്നുകിൽ അതിൻ്റെ അളവിനെ, ഇതിൻ്റെ വലുപ്പത്തിനെ കുറയ്ക്കാം, അതിന് റെസ്ട്രിക്റ്റീവ് എന്ന് അതിന് പറയാം, അതിനെ ചെറുതാക്കും. അതിന് രണ്ടാമത്തെ അതിനെ ആമാശയത്തിലേക്ക് വരുന്ന ഭക്ഷണം പിന്നെ ചെറുകുടലിലേക്ക് പോകുന്നത്. ചെറുകുടലിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഫാറ്റും മറ്റുള്ള ദഹനപ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ആ ദഹനപ്രക്രിയ നടക്കുമ്പോൾ അതിനകത്തുള്ള കൊഴുപ്പും പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ ചെറുകുടലിലേക്കുള്ള ഡിയോഡിനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഭാഗങ്ങളാണ്. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ റെസ്ട്രിക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമാശയത്തിൻ്റെ വലുപ്പം കുറയ്ക്കുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മാലബ്സോർപ്ഷൻ എന്ന് പറയും, ഈ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുക. അതായത് ഫാറ്റിൻ്റെ ആയാലും കൊഴുപ്പിൻ്റെ ആയാലും പ്രോട്ടീൻ ആയാലും എന്തായാലും സർജറിയിലൂടെയാണോ ചെയ്യുക? അതെ, അതിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യും. അപ്പം അതിനാണ് ഒരു മാലബ്സോർപ്റ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈപ്പാസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതിന് 2 ഗുണങ്ങളുണ്ട് ആക്ച്വലി. ഫസ്റ്റ് ഈ റെസ്ട്രിക്റ്റീവ് നമ്മൾ ഈ സ്റ്റൊമക്കിൻ്റെ ഈ ആമാശയത്തിൻ്റെ സൈസ് കുറയ്ക്കുമ്പം ഒന്നാമത് സെറ്റേറ്റി നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ഇത് നമുക്ക് വിശപ്പുണ്ടാവും, ബട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വയറെന്നറിയും, ബട്ട് പേഷ്യൻ്റ് ഫീൽസ് ഫൈൻ. അതിൻ്റെ കൂടെ തന്നെ മാലബ്സോർപ്ഷൻ, അതായത് നമ്മൾ ഈ കുടലിൽ ഭക്ഷണം
പോകുന്ന ആ സമയം അതിൻ്റെ ഒരു അളവ് നമ്മൾ വല്ലാതെ കുറയ്ക്കും. ഇപ്പോൾ യൂഷ്വലി നമ്മുടെ കുടലിൻ്റെ നീളം അറൗണ്ട് ഒരു 3 meters ആണെങ്കിൽ ആ 3 metersൻ്റെ ഉള്ളിലെ കൂടെ ഭക്ഷണം ഇങ്ങനെ പോയി ഇറ്റ് ഗെറ്റ്സ് അബ്സോർബ്ഡ് എല്ലാം ഇതിൽ ഫങ്ഷണലി ആ സമയം ചില ബൈപ്പാസുകൾ ചെയ്തിട്ട് ആ ഫുഡും ഡൈജസ്റ്റീവ് എൻസൈംസുമായിട്ടുള്ള കോണ്ടാക്റ്റുള്ള സമയം കുറയ്ക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് എത്രയാണോ അതിൻ്റെ ഒരു 20 to 30% ഒക്കെ ചിലപ്പം ഇതുണ്ടാവും. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോങ് വിത്ത് ദിസ് എന്താ ഈ നമ്മളിപ്പോൾ സ്റ്റൊമക്കിൻ്റെ സൈസ് കുറയ്ക്കുമ്പോൾ ചില ഹോർമോൺസ് ലൈക്ക് ഗ്രല്ലിനൊക്കെ നമ്മുടെ വിശപ്പ് കൂട്ടുന്ന ഹോർമോണാണ്. അപ്പോൾ ഗ്രല്ലിൻ്റെ അളവ് കുറയും. ഈ ഗ്രല്ലിൻ്റെ അളവ് കുറയുമ്പോഴും ഇൻസുലിൻ നന്നായിട്ട് കൂടും. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു മെക്കാനിസം. ഇൻസുലിൻ്റെ അളവ് കൂടും, കുറച്ചും കൂടി നല്ല മെറ്റബോളിക് കൺട്രോൾ ഉണ്ടാവും, ഡയബറ്റിക് കൺട്രോൾ ഉണ്ടാവും, ഫാറ്റിൻ്റെ അളവ് കുറയും, ട്രൈഗ്ലിസറൈഡിമിയ, കൊളസ്ട്രോളിൻ്റെ അളവ് ബ്ലഡിൽ കുറയും. അപ്പോൾ ഇതൊക്കെ ഈ സർജറിയുടെ ഒരു ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, മെറ്റബോളിക് സിൻഡ്രോം, ഈ പ്രഷർ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതൽ, അതൊക്കെ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ഫെയിൽ ആവുന്നൊരു സമയത്ത് സർജറി ഈസ് ആൻ ഓപ്ഷൻ. ബിക്കോസ് കുറച്ചും കൂടി നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഒരു ഫിസിയോളജിക്കൽ ഇതിലാണ് ഒരു ലൈഫ് ലോങ് അതിൻ്റെ ഒരു കൺട്രോളുള്ള ഒരു സാധനം ഡ്യൂറേഷൻ. ഈ പറയുന്നത് ചിലപ്പോൾ മെഡിസിനിൽ നിർത്തി കഴിയുമ്പം പേഷ്യൻ്റ് ഒരു റീബൗണ്ട് ഭക്ഷണം കഴിക്കാനും അങ്ങനത്തെ ഒരു ഇത് സർജറിയിൽ കുറച്ചും കൂടി കുറവാണ്. ഒരു റിലാപ്സ് റേറ്റ്സ് കുറച്ച് കുറവാണ്. അപ്പോൾ സാർ പറഞ്ഞു അവിടെ അബ്സോർപ്ഷൻ്റെ ഇത് കുറയുന്നുള്ളത്. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടാതാവുക എന്നുള്ളൊരു കാര്യം വരുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അത് നമ്മൾ കുറച്ച് മെഡിസിൻസും ഈ വൈറ്റമിൻസും അയൺ ടാബ്ലറ്റ്സും കാൽഷ്യം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ലൈഫ് ലോങ് ഈ സർജറി കഴിഞ്ഞാൽ ലൈഫ് ലോങ് അങ്ങനെ ഒരു ചില പ്രൊസീജിയറിന് ഇതേപോലെ ഒരു 1 year മതിയാവും. വേറെ പ്രൊസീജിയേഴ്സിന് ചിലപ്പോൾ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഒരു വലിയൊരു പ്രോബ്ലം ആണെന്നുള്ളത്. ഒരു സാധാരണ ഇപ്പം എല്ലാവരും ഒരു 40+ ആയി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നവരാണ്. സപ്ലിമെന്റ്സ് ആണ്. അങ്ങനത്തെ ഒരു സപ്ലിമെന്റ് തന്നെ ആവശ്യം വരുള്ളൂ. വൈറ്റമിൻസ്, ചില വൈറ്റമിൻസ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് അല്ല, അങ്ങനെയല്ല. ചില മിനറൽസ്, വൈറ്റമിൻസ്, അതിപ്പോൾ എനിക്ക് തോന്നുന്നു 40-45 വരെ എല്ലാവരും എടുത്തു തുടങ്ങുന്ന ഒരു. ഇപ്പം എന്നെ കാണുമ്പോൾ ഭയങ്കര യങ് ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സോ അത് ഐ ഹാവ് ബീൻ ടേക്കിംഗ് ദിസ് ഫോർ ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷേ ഈ മെറ്റബോളിക് സിൻഡ്രോം ഇസ് എ വെരി ബിഗ് തിങ്. ഡോക്ടർ പറഞ്ഞ പോലെ ഇതിന് ശരിക്കും ഒബേസിറ്റി ആൻഡ് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് അതിന് പറയാം. നമ്മൾ ഒരു അമിതവണ്ണം അല്ല അവിടുത്തെ പ്രശ്നം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഡയബറ്റിസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ, പിന്നെ മുട്ടിൻ്റെ തേയ്മാനം. അതെ, നമ്മുടെ ടെൻഡൻസി എന്ന് വെച്ചാൽ എല്ലാവരും ടെൻഡൻസി എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ ട്രീറ്റ് ചെയ്യും, ഫാറ്റി ലിവർ വേറെ ട്രീറ്റ് ചെയ്യും, BP വേറെ ട്രീറ്റ് ചെയ്യും, യൂറിക് ആസിഡ് വേറെ, പിന്നെ അവസാനം ഒബേസിറ്റി ഉള്ള അധികം ആൾക്കാർക്ക് മുട്ട് തേയ്മാനം ഉണ്ടാവും. ആ മുട്ട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേറെ പ്രോബ്ലംസ്, മെഡിസിൻസ്, പിന്നെ പലരും സർജിക്കലി അതിനൊരിത് വരും. ഇങ്ങനെ സ്ലീപ്പ് അപ്നിയ വലിയ പ്രോബ്ലമാണ്. ഭയങ്കര ഒരു പ്രോബ്ലമാണ് അത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് അല്ലേ. സ്ലീപ്പ് അപ്നിയ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇപ്പം എനിക്ക് അടുത്ത് ഉണ്ടായ ചില സിറ്റുവേഷൻസിൻ്റെ ഒരു എക്സാമ്പിൾ അതിന് എടുക്കുകയാണ്. ഒരു പേഷ്യൻ്റ് വന്നിട്ട് അവർക്ക് നല്ല വെയിറ്റ് ഉണ്ട്, BP-യുടെ കുറേ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ മെഡിസിൻസ് BP കൺട്രോൾ അല്ലാത്ത കാരണം കൂട്ടാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി. പക്ഷേ ജസ്റ്റ് ആ സ്ലീപ്പ് അപ്നിയ മാനേജ് ചെയ്തത് കൂടി വെയിറ്റും കൂടി കുറച്ചപ്പോൾ, വെയിറ്റ് കുറയ്ക്കാൻ വേറെ അപ്രോച്ച് യൂസ് ചെയ്തു. എന്നിട്ട് വെയിറ്റും കൂടി കുറച്ചപ്പോൾ അവർക്ക് BP മെഡിസിൻസും ഷുഗർ മെഡിസിൻസും രണ്ടും കുറയ്ക്കാൻ പറ്റി. കാരണം വെയിറ്റും സ്ലീപ്പ് അപ്നിയ ആയിരുന്നു. BP കൂടാൻ കാരണം ആക്ച്വലി സ്ലീപ്പ് അപ്നിയ ആയിരുന്നു. നമ്മൾ ഈ എന്താ പറയുക, പാർട്സ് ആയിട്ട് ഒരാളെ കാണുമ്പോഴും ട്രീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ഇതിന് ആ തോട്ട് പ്രോസസ്സിന് പകരം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഒബേസിറ്റിയാണ് ടാക്കിൾ ചെയ്യേണ്ടത്. അത് ആൾക്കാർക്ക് മനസ്സിലാണെങ്കിൽ എത്രയോ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ ട്രീറ്റ്മെന്റ് എടുത്താലും ചിലപ്പം ഇത് ഫലം ഉണ്ടായിരുന്നു. ഒരൊറ്റ കാര്യത്തിന് ചെയ്താൽ ഇതിലെല്ലാം നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഒബേസിറ്റി ബേസിക്കലി നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഒരു പ്രോബ്ലമാണ്. മൈൻഡ് സെറ്റ് ആണ് റൂട്ട് കോസ് ഓഫ് ഒബേസിറ്റി ഇൻ മൈ ഒപ്പീനിയൻ. പക്ഷേ ഒബേസിറ്റി ഇസ് ദ റൂട്ട് കോസ് ഓഫ് മെനി അതർ പ്രോബ്ലംസ്. നമ്മൾ ഈ മെനി അതർ പ്രോബ്ലംസിനെ ഓരോന്ന് ട്രീറ്റ് ചെയ്തിട്ട് 5-8-10 മരുന്നാക്കുന്നതിന് പകരം ജസ്റ്റ് ഒബേസിറ്റിനെ മാത്രം ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ കാര്യം എത്ര എളുപ്പമാവും. ദാറ്റ്സ് എ പോയിന്റ്.
ഇപ്പൊ സാറ് പറഞ്ഞതുപോലുള്ള ആ ഒരു സർജറി ഒബേസിറ്റിക്ക് മാത്രമാണോ ചെയ്യുന്നത്, അതല്ല ഡയബറ്റിക്കിനോ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും രീതി വേണം? അതായത് തടിയൊന്നും ഇല്ല പക്ഷെ ഭയങ്കരമായി അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റിക് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഈ ഒരു ട്രീറ്റ്മെന്റ് അത് നമുക്ക് തീർച്ചയായും യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരുടെയും ഒരു ക്ലാസിക്കൽ എല്ലാവരുമായിട്ട് പറയുന്നത് വെച്ചാൽ BMI 35 മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ BMI 35 മുകളിൽ വിത്ത് ഡയബറ്റീസ്, ഈ മെറ്റബോളിക് സിൻഡ്രോമിൽ. ബട്ട് നമ്മുടെ സ്റ്റഡീസും ഈവൻ കുറേ കാര്യങ്ങളും പറയുന്നത് വെച്ചാൽ ഈവൻ BMI 30 ആണെങ്കിൽ കൂടി നിങ്ങൾ ഡയറ്റും മെഡിക്കൽ തെറാപ്പിയും ഫെയിൽ ചെയ്ത ആൾക്കാരാണ്, അറ്റ്ലീസ്റ്റ് ഒരു 5 years കണ്ടിന്യൂ ചെയ്തിട്ട് ഫെയിൽ ചെയ്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ബെറിയാട്രിക് സർജറി ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അതിപ്പോൾ വെയിറ്റ് മാത്രമല്ല അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു മാനദണ്ഡം വെയിറ്റ് മാത്രമായിട്ട് എടുക്കരുത്. ഈ ഓവർ വെയിറ്റ് കാരണം വരുന്ന ഈ പ്രശ്നങ്ങൾ മെഡിസിൻസ് കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വെയിറ്റ് നോർമലായ ആൾക്കാർക്കും കൂടി, ബിക്കോസ് അതിൻ്റെ ഒരു ഫിസിയോളജി അങ്ങനെയാണ്, അതിൻ്റെ നമ്മുടെ ഉള്ളിൽ തന്നെ ഹോർമോൺസിൻ്റെ ഒരു അലൈൻമെൻറ്റിലൂടെയാണ് നമ്മളത് ശരിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിക്ക് ആസ് എ ഫിസിഷ്യൻ എൻ്റെ മൈൻഡിൽ വന്ന ചില ക്വസ്റ്റ്യൻസും എൻ്റെ പേഷ്യൻസിൽ ചിന്തിക്കുമ്പോൾ അവരെ മനസ്സിൽ വരുന്ന 1-2 ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ അങ്ങനെ കിട്ടില്ല ലേസി ആയിട്ട്. അപ്പോൾ നമുക്ക് ഒന്ന്, ഈ സർജറി എത്ര കോസ്റ്റ്ലിയാണ്? സെക്കൻഡ്ലി, ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ? ഇസ് ഇറ്റ് വർത്ത് സ്പെൻഡിങ് സോ മച്ച് മണി? എല്ലാവരും അത് ചിന്തിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെ ഒരു സർജറി എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര പൈസ ചെലവാക്കി ചെയ്യേണ്ട ഒരു പരിപാടിയല്ല. അപ്പൊ ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടാവുമോ? ഡയറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വല്ല സൈഡിലൂടെ ചെയ്ത് നോക്കിയാൽ പോരേന്ന് ചിന്തിക്കുന്നവരുണ്ട് പലരും. ഡയറ്റ് അത്ര ചീപ്പല്ല. ആൾക്കാർ പ്രോട്ടീൻ സപ്ലിമെന്റ്സിന് മാത്രം 10,000 രൂപ മാസം ചിലവാക്കുന്നുണ്ട് അല്ലേ? ഈ ഡയറ്റും ഡയറ്റ് സപ്ലിമെന്റ്സും, ട്രീറ്റിംഗ് എ മെറ്റബോളിക് സിൻഡ്രോം, ഹൗ കോസ്റ്റ്ലി ഇറ്റ് ഇസ്, മെഡിക്കേഷൻസ്. എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 10,000 to 15,000 rupees they spend on medicine and diet alone. Just imagine a patient getting treated 10 years. 10 വർഷം ഇതേപോലെ ട്രീറ്റ് ചെയ്ത് എത്ര ഇതുണ്ടാവും? അപ്പോൾ ഈ 10 വർഷം അവർ ഇവരുടെ ഈ മുട്ടുവേദന, ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, സ്ലീപ്പ് എപ്നിയ, പിന്നെ അതിനോടുള്ള പ്രോബ്ലംസ് ഒക്കെ നിന്ന് പൊരുതണ്ടേ? ഇതിനോട് ഇങ്ങനെ ഡെയിലി എന്നുള്ള റുട്ടീൻലി ഇതിൻ്റെയൊക്കെ പ്രോബ്ലം, ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് കോംപ്രമൈസ്ഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ ഒരു നല്ലൊരു സമയം നമ്മൾ മെഡിസിനിലും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റില്ല, നമ്മുടെ ആക്ടിവിറ്റീസിനൊക്കെ ഒരു തടസ്സം, ഹിൻഡ്രൻസ് വരിക, ഒരു സദസ്സിൽ പോകാൻ പറ്റൂല. ഇപ്പോൾ ഒരു അമിതവണ്ണമുള്ളവർക്ക് ഇതേപോലെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ഇതുണ്ട്. എന്ന് വെച്ചാൽ ദേ ആർ ഇൻസെക്യൂർ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ ദേ ഡോണ്ട് ഗോ ടു ദ കമ്മ്യൂണിറ്റി, ഒരു ഇൻട്രോവേർട്ടായി മാറും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഡിപ്രഷനിലേക്ക്. ഇപ്പം നമ്മൾ അതിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഈ സർജറി ഒരു 1-time ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇതാക്കാം. ചിലപ്പം ഈ നമ്മുടെ ഇതിൽ പോലെയാണ്, നമ്മുടെ വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്യുന്ന പോലെയാണ് അല്ലേ? ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോളാർ. പക്ഷേ എവറി മന്ത് നമുക്ക് അതിനകത്ത് നിന്ന് പൈസ സേവ് ചെയ്യാനാണ് അല്ലേ? അപ്പം ഒരു സർജറി എന്ന് പറയുന്ന ഒരു 1-time ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിന് മാത്രം വലിയ കോസ്റ്റ്ലി അല്ല. അപ്പോൾ സാറ് പറയുന്നത് ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, ഇതായിരിക്കും ബെറ്റർ അപ്രോച്ച് എന്ന് തോന്നുന്നു. കാരണം ബാക്കി കോംപ്ലിക്കേഷൻസ് ഓഫ് ഒബേസിറ്റി 1 by 1 ആയിട്ട് മാനേജ് ചെയ്യുമ്പോൾ അതിനേക്കാളും മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ്, മെഡിസിൻസിൻ്റെ നമ്പേഴ്സ്, പിന്നെ കോംപ്ലിക്കേഷൻസ് യൂഷ്വലി പൈലോൺ ആയിക്കൊണ്ടിരിക്കുള്ളൂ. പിന്നെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടി വരാനുള്ള ചാൻസ്. അപ്പോൾ പ്രിവെന്റീവ് ഞാൻ പറയാം, ഒരു ഒബേസിറ്റി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക, ആൻഡ് ദേ ഹാവ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. ആഫ്റ്റർ 10 years knee replacement ചെയ്യണ്ടേ? knee replacement costs around 2 lakh or so. ഇപ്പോൾ നമ്മളൊരു 10 വർഷം മുമ്പേ നമ്മൾ ഇതിന് ഒരു 2.5 lakhs or 3 lakhs നമ്മൾ ഒരു ഒബേസിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ ഇയാളുടെ ഈ 10 years ആണ്, ഹീ സേവ്ഡ് ദ 10 years. ഈ 10 വർഷം അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ചേഞ്ച്ഡ്. എല്ലാ സാധാരണ പേഷ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ല, എനിക്ക് തോന്നുന്നു. ഇവർ അത്യാവശ്യം വേദന ഒക്കെ സഹിച്ച് അങ്ങനെ അറ്റത്തെത്തുമ്പോഴായിരിക്കും മേ ബി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും സർജറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാ മെഡിസിനും നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് റിസോർട്ടായിട്ട് സർജറി ചെയ്യാം എന്നാണ്. ചില അസുഖങ്ങൾക്ക് എന്തായാലും ഒരു മോഡേൺ ട്രീറ്റ്മെന്റിലേ പറ്റുള്ളൂ, അല്ലാണ്ട് അതിനെ പറയല്ല. ആ അറ്റം വരെ പോകുന്നതിന് മുമ്പ് ഒരു പ്രൂഡന്റ് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ ഡീൽ ചെയ്ത് പോകുന്നതിനേക്കാളും നമ്മളിപ്പം എൻ്റെയൊക്കെ പേഷ്യൻസ് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒബേസിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3 months or so
അവർ നമ്മളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഡോക്ടറെ എന്തുകൊണ്ട് ഞാനിത് മുന്നേ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാറുണ്ട്. ബിക്കോസ് അവരുടെ ലൈഫ് തന്നെ ചേഞ്ച്ഡായി, ഇറ്റ് ചേഞ്ച്ഡ് ദെയർ ലൈഫ്. അതിലും വലുതില്ലല്ലോ. അപ്പോൾ ഈ സർജറി കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അതോ നോർമൽ ലൈഫിലേക്ക് വരുമോ? പിന്നെ എത്ര സമയം ഒരു റെസ്റ്റ് പീരീഡ് അങ്ങനെ വരുന്നുണ്ട് സർജറി കഴിഞ്ഞിട്ട്? അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോരോ പ്രൊസീജിയേഴ്സിനനുസരിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ അതിന് കൂടെ ഒന്ന് ചോദിക്കട്ടെ, സാർ 2 പ്രൊസീജിയർ പറഞ്ഞു നേരത്തെ, നമ്മളൊന്ന് സ്റ്റൊമക്കിന്റെ സൈസ് കുറക്കാൻ. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണോ, അതല്ല ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സെലക്ട് ചെയ്യണോ, എങ്ങനെയാണ് അതിൻ്റെ? അത് ഇപ്പോൾ വെയിറ്റ് ലോസ് മാത്രമാണ് ഒരു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സ്ലീവ് ഗ്യാസ്ട്രക്ടമി, അതായത് ഈ സ്റ്റൊമക്കിൻ്റെ സൈസ് കുറയ്ക്കുന്നത്. അപ്പോൾ അതിലൂടെ അഡീഷണൽ ബെനിഫിറ്റ്സും ഉണ്ട്. പക്ഷേ വെയിറ്റ് ലോസ് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അതിൽ നമുക്ക് സ്ലീവ് ഗ്യാസ്ട്രക്ടമി, ഈ റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയേഴ്സ് വേറെ എന്തുണ്ട്, ഗ്യാസ്ട്രിക് ബാൻഡിങ്, ബലൂൺ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ചിലത് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്ന പരിപാടിയുണ്ട്, ബലൂൺ വെച്ച് ഒരു 6 മാസം ബ്രിഡ്ജ് ചെയ്യും അലോങ് വിത്ത് മെഡിക്കൽ തെറാപ്പി. ചില സമയത്ത് ചില പേഷ്യൻസിന് ഭയങ്കര സൂപ്പർ ഒബേസ് എന്ന് പറയും. അതായത് BMI നേരത്തെ പറഞ്ഞില്ലേ, BMI ഒരു 50+, 55+ ഒക്കെ ആണെങ്കിൽ അവർക്ക് കാർഡിയാക് ഇഷ്യൂസ് ഭയങ്കരമായിരിക്കും, ഹാർട്ടിനുള്ള പ്രോബ്ലംസും എല്ലാം. അപ്പോൾ ചിലപ്പോൾ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാസ്ട്രിക് ബലൂണിംഗ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, ഒരു ഗ്യാസ്ട്രിക് ബാൻഡിങ്. ഈ ബലൂണും ബാൻഡും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം തന്നെയാണ്, പക്ഷേ അത് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു 6 മാസമൊക്കെ വെക്കാൻ പറ്റുള്ളൂ അത്. അപ്പോൾ ഈ ബലൂണ് നമ്മുടെ ആമാശയം ഒരു ബലൂണായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ ബലൂണ് വയ്ക്കും, അതിനെ ഡീഫ്ലേറ്റ്, അത് ഉള്ളിലേക്ക് ആമാശയത്തിൻ്റെ ഉള്ളിൽ കടത്തിയിട്ട് അതിനെ എയർ കിടത്തിയിട്ടാണ് വലുതാക്കി വയ്ക്കുന്നത്. ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമാശയത്തിൻ്റെ സൈസ് ഇല്ലെങ്കിൽ എപ്പോഴും ഒരു വയറ് നിറഞ്ഞ ഒരു ഫീൽ വരും, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പം ഒരു 6 മാസം കൊണ്ട് ചിലപ്പോൾ ഒരു 20-30 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ BMI 50 എന്നുള്ളത് 45 ആവും. എന്നിട്ട് കാർഡിയാക് ഇഷ്യൂസൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. അതിനാണ് നമ്മൾ ബ്രിഡ്ജിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിട്ട് അവരുടെ BMIനെ കുറച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളത്. എന്നിട്ട് അതിനൊരു ഡെഫിനിറ്റീവ് പ്രൊസീജിയറായിട്ട് ചെയ്യും. ഡെഫിനിറ്റീവ് പ്രൊസീജിയർ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ റെസ്ട്രിക്റ്റീവ് ഉണ്ട്, മാലബ്സോർപ്റ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടും കൂടി ഉള്ളതുണ്ട്, രണ്ടും കൂടി ചേർന്നിട്ടുള്ളതുണ്ട്. ഇപ്പം ഈ മാലബ്സോർപ്റ്റീവിനാണ്, ഈ റെസ്ട്രിക്റ്റീവിനാണ് നേരത്തെ പറഞ്ഞ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാം നമ്മള് ഓപ്പൺ ഓപ്പണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അല്ല, നമ്മള് തടി കുറക്കാനുള്ള എന്നൊക്കെ ആലോചിക്കും, നമ്മളെന്താ ഒക്കെ കീറി ഇങ്ങനെ വലിച്ചെടുക്കുന്ന ആ രീതിക്കാണ് നമ്മളെ മനസ്സിൽ വരുന്നുണ്ടാവും. എല്ലാം താക്കോൽ ദ്വാര പ്രൊസീജിയേഴ്സ്, എല്ലാം കീ ഹോൾ പ്രൊസീജിയേഴ്സ്. മറ്റേ ഒരു 2 ഒമാനി പേഷ്യൻസിനെ ചെയ്തിട്ട് അവര് ഇന്ന് ചെയ്ത് നാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ദേ സ്റ്റേഡ് ഹിയർ ഫോർ 7 days ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണിത്. അങ്ങനെ വലിയ എന്താ പറയുക കോംപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മാലബ്സോർപ്റ്റീവ് പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി ഈ പറഞ്ഞ മാതിരി ഡയബറ്റീസ്, മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ ഉള്ളവർക്കും ഈ സൂപ്പർ ഒബീസ് ആയിട്ടുള്ളവർക്കും നമുക്ക് കുറച്ചും കൂടി കാരണം കുറച്ചും കൂടി ഒരു സസ്റ്റെയിൻഡ് ആൻഡ് ഒരു പ്രൊഫൗണ്ട്, കുറച്ചും കൂടി അധികമായിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്കാണ് അത്. ബട്ട് സ്ലീവ് ഗ്യാസ്ട്രക്ടമി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു മേജർ പേഷ്യൻസിനെ നമുക്ക് സ്ലീവ് ഗ്യാസ്ട്രക്ടമി കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് അപ്പം നമുക്ക് റിസൾട്ട് കാണാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പം ഈ പ്രൊസീജിയർ ചെയ്ത ഉടനെ ആളങ്ങ് മെലിഞ്ഞോട്ട് അപ്പം എത്ര കാലം എടുക്കും ഇവർക്ക് ഒരു റിസൾട്ട് കാണാനായിട്ട്? ഒരു എത്ര സമയം എടുക്കും? പിന്നെ അതനുസരിച്ചാണോ മെഡിക്കേഷൻസും കാര്യങ്ങളും പോകുന്നത്, എക്സസൈസ് കാര്യങ്ങളൊക്കെ? ഡെഫിനറ്റ്ലി ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഒബേസിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് അത് ഒരു ഡോക്ടറോ ഒറ്റൊരാൾ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് അല്ല, ഇതൊരു ടീം വർക്കാണ്. ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ മറ്റേ ഫിസിയോതെറാപ്പി ഉണ്ട്. ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റാണ് സർജറി എന്നുള്ളൊരു ഇത് വരുന്നത്. ഇതൊക്കെ എന്താ പറയുക, ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഐഡിയലി കൊണ്ടുവരണം, ഒരു സർജറിയിലേക്ക് കൊണ്ടുവരണം. അത് ഡയറക്റ്റ്ലി ഒരാൾ വന്ന് എനിക്കിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക്കും അല്ല. അതെ, സാർ അടുത്ത് പോയി ആ മെഡിസിൻസിലൂടെ തന്നെ ഇവിടെ എത്തണം. മെഡിസിൻസിലൂടെ എത്തുന്ന മാത്രമല്ല. ചെറിയൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മെഡിസിനാണ്, ഇന്റേണൽ മെഡിസിൻ അല്ല, മോർ ഹംബിൾ സ്പെഷ്യാലിറ്റി. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂഷ്വലി ഒരു പേഷ്യൻറ്റിനെ ഒബേസിറ്റി ഡീൽ ചെയ്യുമ്പോൾ ബാക്കി ഫാമിലി മെമ്പേഴ്സും കൂടി വെയിറ്റ് കുറയും. ചെറിയൊരു ഗുണം അങ്ങനെയുണ്ട്. അതെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നോക്കുമ്പോഴേ, കാരണം ആരോ പറഞ്ഞ പോലെ ഒബേസിറ്റി ഡസൻ റൺ ഇൻ ദ ഫാമിലി.
ഒബേസിറ്റി ഹാപ്പൻസ് ബിക്കോസ് നോ വൺ ഇസ് റണ്ണിങ് ഇൻ Running in the family, yeah, definitely. അതാണ് ഒരു ചെറിയ ഇഷ്യൂ. നമ്മളിപ്പോൾ നല്ല ഹെവി ഡിസ്കഷൻ അല്ലായിരുന്നു. ഞാൻ ചെറുതായിട്ടൊരു ലൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഒന്ന്. സാറിന് ആരെങ്കിലും ഇങ്ങനെ അയ്യോ സാറേ വെയിറ്റ് വല്ലാതെ കുറഞ്ഞു പോയി, ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ചോദിക്കാൻ തുടങ്ങി, അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ? എനിക്കുണ്ട് അങ്ങനത്തെ പലരും. ഡെഫിനറ്റ്ലി ഉണ്ട്. അത് രണ്ട് കാര്യമാണ്. മലബാറിൽ എസ്പെഷ്യലി ഉണ്ട്. നമ്മൾ ഒന്ന് തടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീ എന്ത് തടി വെച്ചു, ഈ ഫുള്ള് തീറ്റയായല്ലേ, ഇന്ന് മെലിഞ്ഞു കഴിഞ്ഞാലോ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, നിനക്ക് ഷുഗർ ഡയബറ്റീസ് ഉണ്ടോ? എന്നുവെച്ചാൽ ഒരു ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആള് നോർമൽ വെയിറ്റിലേക്ക് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് എത്തിക്കാൻ നോക്കുമ്പോൾ സ്നേഹിതന്മാരെ സമ്മതിക്കില്ല. നമ്മൾ റൗണ്ട് ഷേപ്പിനെ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ മൈൻഡിൽ. ഒരു ഹെൽത്തി ആളെ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി എന്നെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കും ഡോക്ടർക്ക് എന്തെങ്കിലും കഴിച്ചൊന്ന് മണ്ണൊക്കെ വെച്ചിട്ട് ഡോക്ടർ വല്ല ലുക്കൊക്കെ വേണ്ടത്. ഞാൻ പറയും അല്ല ഒരു മിനിറ്റ്, എൻ്റെ വെയിറ്റ് ഓവർ വെയിറ്റിൻ്റെ അഡ്ജമേ നിൽക്കുന്നത് ഇപ്പോൾ റൈറ്റ് നൗ. അപ്പോൾ ഒരു നോർമൽ ഒരു ഹെൽത്തി ലുക്കിംഗ് ഫിറ്റ് ആളുടെ പെർസെപ്ഷൻ ജനങ്ങളിൽ ഒരു ഡിഫറെൻറ്റ് പെർസെപ്ഷനാണ്, ഒരു റൗണ്ട് ഫിഗറാണ്. നമ്മുടെ ഐഡിയൽ വെയിറ്റ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതാണെന്ന് തോന്നുന്നു. ഐഡിയൽ വെയിറ്റ് എന്ന് തോന്നുന്നു. ഈ റൗണ്ട് തന്നെയാണ് ഈ ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയുടെ ഒരു കാരണം. ഈ ആൾക്കാർക്ക് ഇപ്പോൾ കുട്ടികളെ വണ്ണമുള്ളവര് അവളൊക്കെ തുടുത്തിരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വൺ ഓഫ് ദ കോസ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി. നമുക്കിപ്പോൾ വളരെ ഏർലി ആ ഒരു ഫുഡിനോടുള്ള കുട്ടികൾ നമ്മൾ ഭക്ഷണം കൊടുത്തും അവരുടെ ഭക്ഷണത്തോടുള്ള ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചെന്നാൽ അതിൽ വലിയ നല്ല സാധനം ചോറും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് കൂടുതലുള്ള സാധനം. ഇപ്പോഴത്തെ കുട്ടികൾ ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഈവൻ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനിലെ ഓവർ വെയിറ്റും ഒബേസിറ്റിയുടെ മെയിൻ റീസൺ ആക്ച്വലി അവർ വൂമ്പിലായിരിക്കുന്ന സമയത്തെ സോഷ്യൽ പ്രഷേഴ്സ് ഓൺ ദ മദർ ആയിരിക്കാം. പ്രഗ്നൻസി ഇല്ല, നന്നായി കഴിക്കുക അപ്പോൾ 10-12 കിലോ വെയിറ്റ് കൂടിയാൽ മതി, അതിന് പകരം ഒരു 15-20 കിലോ ഒക്കെ വെയിറ്റ് കൂടും. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പാല് കൊടുക്കല്ലേ, നന്നായി കഴിക്കുക. അപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരു 60 കിലോ ഉള്ളൊരു അമ്മേനെ ഒരു 80 കിലോ ആക്കി 85 കിലോ ആക്കി പ്രഗ്നൻസി കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് സമ്മതിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഇങ്ങനൊരു മൈൻഡ് സെറ്റും കൂടിയിട്ട് ഇത് ലാസ്റ്റിലേക്ക് ഒബേസിറ്റി ആക്കും. പിന്നെ കുട്ടീനെയും അല്ലേ, പലർക്കും ഇങ്ങനെ പാല് പോരാന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. ആക്ച്വലി കാലറീസ് ഉണ്ടായിരിക്കും പാല് നന്നായിട്ട്, പക്ഷേ പിന്നെ ടോപ്പ് ഫീഡ് നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ കുറേ അധികം കൊടുക്കും. അപ്പോൾ ഒബേസിറ്റിയുടെ അഡൾട്ട്ഹുഡിലുള്ള ആ എൻഡ് പോയിന്റ് ആക്ച്വലി തുടങ്ങുന്നത് മേ ബി ആ കുട്ടി ബോംബിലായിരിക്കുമ്പോഴായിരിക്കും. പിന്നെ അത് നമ്മൾ ഫ്യൂവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടികൾ ഇങ്ങനെ ചികിത്സയ്ക്ക് വരാറുണ്ടോ? അതായത് തടി കൂടുതലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരാറുണ്ടോ? സിൻഡ്രോംസ് ഉണ്ടാവും കുറേ, ഒബേസിറ്റി സിൻഡ്രോംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അത് ചെറുപ്പം മുതലേ വരാം. അത് ഇപ്പം ജനറ്റിക് ഡിഫറൻസസ് ഇല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളപ്പം ഇപ്പം ഞാൻ ട്രെയിനിങ് എടുത്ത ഒരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോയപ്പം ഒരു 6 years ബാക്ക് നമുക്ക് അന്നൊരു ഒരു കുട്ടി എന്ന് പറയുന്നത് 13 year old കുട്ടിക്കാണ് സ്ലീവ് അന്ന് ചെയ്തത്. അന്ന് ആ കുട്ടിയുടെ വെയിറ്റ് 100ൻ്റെ അടുത്ത് കണ്ടായിരുന്നു. ജസ്റ്റ് ഇമാജിൻ 13 വയസ്സുള്ളൊരു കുട്ടി 100 കിലോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ആ കുട്ടിക്ക് ഒരു വിധത്തിലുള്ള ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂളിൽ പോയിട്ട് കാലങ്ങളായി, എങ്ങനെ പോകാൻ പറ്റും? ഒന്നെന്ന് പറയുന്നത് ബോഡി ഷെയ്മിങ് ഉണ്ടാവാം, പിന്നെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, പിന്നെ നടക്കാൻ പറ്റായിക, യാത്രയുടെ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും ആ കുട്ടിയുടെ ജീവിതം ശരിക്കും മാറുകയാണ് അവിടുന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ. നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എനിക്കൊന്ന് വിട്ടുപോയെന്ന് തോന്നുന്നു, എത്ര കാലം കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇത് വരിക എന്നുള്ളത്. അപ്പം ശരിക്കും സാധാരണ ഒരു സ്ലീവിന് ഒരു 3 to 6 months എടുക്കും ഇതൊന്ന് കുറഞ്ഞു വരണമെങ്കിൽ. 3 months ടോട്ടൽ പകുതിയെങ്കിലും ഫസ്റ്റ് 3 months നല്ലോണം കുറയും. നല്ല പിന്നെ ഒരു 6 months പിന്നെ സ്റ്റഡി ആയിട്ട് കുറഞ്ഞിട്ട് പിന്നെ 6 months പിന്നെ അങ്ങോട്ട് ഒരു പ്ലാറ്റോ ഫേസ് ആണ് ഉണ്ടാവുക. അപ്പം തന്നെ അവർ ഓൾമോസ്റ്റ് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ 2 കാര്യമാണ് പിന്നെ അവരോട് പറയാറ്, നിങ്ങൾ ഓവറായിട്ട് ഈറ്റ് ചെയ്യരുത്. എന്താ വെച്ചാൽ നമ്മൾ ഈ സ്റ്റമക്കിന് ഒരു പ്രത്യേകത, ആമാശയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, വീണ്ടും വലുതാവും. അത് നമ്മൾ എത്രയാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് വീണ്ടും വികസിക്കും. ശരീരത്തിൽ അൺലിമിറ്റഡ് എക്സ്പാൻഷൻ സ്കോപ്പുള്ള ശരിക്കും ഒരു ബലൂണാണത്. അപ്പൊ നമ്മൾ എത്ര ചെറുതാക്കിയാലും ആ ബലൂൺ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് കുറേശ്ശെ കൂടും. അപ്പൊ നമുക്കതിൽ അതിലൊരു ഡയറ്റ് പ്ലാൻ ഓൾസോ ഇത് കഴിഞ്ഞിട്ട് ഒരു ചിട്ടയായ ജീവിതം അതിൽ ആവശ്യമാണ്. നമ്മൾ ചില ഡയറ്റ് പ്ലാനുകൾ അവർക്ക് കൊടുക്കും. ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റീവ് ഒന്നല്ല, ചെറിയ മീൽസ് അറ്റ് ഷോർട്ട് ഇൻ്റർവെൽസ്. ബിക്കോസ്
അവർ സ്റ്റൊമക്ക് ഭയങ്കര ചെറുതായതുകൊണ്ട്. പൊതുവേ ഉള്ള ഒരു മിത്ത് എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ്. അങ്ങനെ പറ്റില്ല എന്നല്ല, അത് ചെയ്യുന്നത് അവരോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും, അത്രേ ഉള്ളൂ. അത് വീണ്ടും നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മാൽ അബ്സോർപ്ഷൻ, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം മിനി ഗാസ്ട്രിക് ബൈപ്പാസ് ഉണ്ട്, RUNY ഉണ്ട്. ഈ മിനി ഗാസ്ട്രിക് ബൈപ്പാസിലൊക്കെ ശരിക്കും സ്റ്റമക്കിൻ്റെ ആമാശയത്തിന് ഒരു പൗച്ച് ഉണ്ടാക്കുക എന്നുള്ള, ആ പൗച്ച് എന്ന് പറയുന്നത് 50 മില്ലി ഇല്ലെങ്കിൽ 100 മില്ലിയൊക്കെ അതിൻ്റെ അകത്ത് വോളിയം കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രേ കഴിക്കാൻ പറ്റുള്ളൂ ഒരു സമയത്ത്, അത്ര തന്നെ കഴിക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യം കുറച്ചൊരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അവരെ കൗൺസിൽ ചെയ്യണം. ഫുൾ ടീം വർക്കാണ്. അതിലെല്ലാവരും ഉണ്ടാവണം. ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടോ. പിന്നെ ഒരു 24/7 ഒരു ഹെൽപ്പ് ലൈൻ വേണം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർ ഒരു ക്രാഷിലേക്ക് പോവാം, മെന്റൽ ഒരു ബ്രേക്ക് ഡൗൺ. ഇപ്പം പലരും ഭയങ്കര ആഗ്രഹിച്ച് ഈ പറഞ്ഞ മാതിരി നല്ല ഇതിലുള്ള ആൾക്കാരായിരിക്കും. പെട്ടെന്ന് അവർ ബിക്കോസ് അവർക്ക് വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് അവർ ഈ സർജറിക്ക് വരുമ്പോൾ നമ്മളവർ ഫുൾ ഇതായിട്ട് കൗൺസിൽ ചെയ്യാണ്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ പോസ്റ്റ് പ്രൊസീജിയർ ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് നിറയും, അങ്ങോട്ട് സെറ്റായിട്ട് നമുക്കുണ്ടാവും. അപ്പോൾ അത് അവരെ കുറച്ച് കഴിയുമ്പോൾ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു സൈക്കോളജിക്കൽ, ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ഒരു 24/7 സപ്പോർട്ട് അതിനൊക്കെ ആവശ്യം കൊടുക്കണം.